മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 5/12/1997 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവോണമാണ് നക്ഷത്രം. തിരുവോണം 4-ാം പാദം. മകരലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, ചന്ദ്രൻ, ശുക്രൻ, 2-ൽ കേതു, 3-ൽ ശനി, 4, 5, 6 ഭാവങ്ങൾ ശൂന്യം, 7-ഉം ശൂന്യം, 8-ൽ രാഹു, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ സൂര്യൻ, 12-ൽ ബുധൻ, കുജൻ, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന കാരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ വിവാഹം അടുത്തു വരും, ലാസ്റ്റ് മൊമെൻറ്റിൽ അത് ഏതെങ്കിലും രീതിയിൽ മുടങ്ങിപ്പോകും. ഇതാണ് ഇതിൽ കാണിക്കുന്ന പ്രധാന സിംറ്റം. എന്തുകൊണ്ടാണത്? പ്രധാനമായിട്ടും ലഗ്നാൽ 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ്. ലഗ്നത്തിൽ വിവാഹകാരകനായിട്ടുള്ള ശുക്രനോടൊത്ത് നീചനായ വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു. അത് 1. 2, 7-ലേക്ക് രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി. അതേപോലെ തന്നെ 7-ാം ഭാവാധിപൻ നിൽക്കുന്ന ഇടത്തേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി, രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടി. വളരെ ടഫായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. പ്രത്യേകിച്ചും 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനോടൊത്ത് വ്യാഴത്തോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം നല്ല ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നീചനായ വ്യാഴമായതുകൊണ്ട് തന്നെ ഫലത്തിൽ വരുന്നതിന് ഒരല്പം സമയം കൂടുതലെടുക്കും. അതെൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു നിയമം തന്നെയാണ്. അവിടെ വിവാഹ കാരക ഗ്രഹം ആയിട്ടുള്ള ശുക്രൻ നിൽക്കുമ്പോൾ ശുക്രനും നീചനായ ഒരു ഗ്രഹവും തമ്മിലുള്ള കോമ്പിനേഷൻ വന്നു. അപ്പോൾ അതും അല്പം ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടേക്കാണ് രാഹുവിൻ്റെ 6-ാമത്തെ ദൃഷ്ടി വരുന്നത്. ഉപരി ഈ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് വെച്ചാൽ അവസാനം വരെ എത്തിച്ചിട്ട് അവസാന നിമിഷം തട്ടിമാറ്റുന്ന സ്വഭാവം, രീതി, ആ പ്രക്രിയ നടത്തുന്നത് ഇവിടെ ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയാണ്. 7-ാം ഭാവാധിപനെ ഗുളികൻ തൻ്റെ 2-ാമത്തെ ദൃഷ്ടി കൊടുക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായിട്ടും കണിശമായിട്ടും അടുക്കും ചിട്ടിയോടും കൂടി പരിഹാരം എടുത്ത് പോയാൽ മാത്രമേ വിവാഹം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആ തടസ്സം നീങ്ങുക ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് നിലവിൽ ഇദ്ദേഹം വ്യാഴദശയിലാണ്. ലഗ്നത്തിൽ നീചനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശ തന്നെയാണ്. അതിൽ ശനിയുടെ അപഹാരമാണ്. ശനി 3-ൽ നിൽക്കുന്നു. അവിടേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. ഈ സമയം ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തർക്കമോ തടസ്സമോ കാലതാമസമോ മുടക്കമോ വരിക സ്വാഭാവികം തന്നെയാണ്. കുജൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് വരുന്നതായാലും ശനിയുടെ ദൃഷ്ടി കുജനിലേക്ക് 10-ാം ദൃഷ്ടി വരുന്നുണ്ട്. ആയാൽ തന്നെയും അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജനാണ് തൻ്റെ 4-ാം ദൃഷ്ടി ശനിയിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ അപഹാരം നടക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ നടന്നു വന്നിരുന്ന നെഗറ്റീവ്സ് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പ് പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് ഗുളിക ഭവനാധിപൻ ആയിട്ടുള്ള വ്യാഴമാണ്, നീചനാണ്. രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴദശ നടക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് പരിഹാരമെടുത്ത് പോയാൽ മാത്രമേ ഇത്തരം സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് ജാതക പരിശോധനയും നാളും പൊരുത്തവും ഉപരി ആ വ്യക്തിയും എന്താണെന്നൊക്കെ അറിഞ്ഞ ശേഷം മാത്രമേ ഇത്തരം വ്യക്തികൾ വിവാഹത്തിലേക്ക് പോകാവൂ. അതല്ല എങ്കിൽ വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു ഗ്രഹസ്ഥിതി കൂടിയാണിത് എന്ന് തിരിച്ചറിയുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് വരിക. അതേപോലെ തന്നെ പ്രസ്തുത രാഹു 7-ാം ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുക. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരിക. വിവാഹകാരകൻ അവിടെ തന്നെ നിൽക്കുക. ഇതൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ആലോചനകൾ വന്ന് അവസാന നിമിഷം ഇത് മാറ്റപ്പെടുന്നതിന് പകരം ഏതെങ്കിലും ഒന്ന് നടന്നേനെ. അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് പരിഹാരമെടുത്ത് പോയാൽ മാത്രമേ ഇതിൽ നിന്നും ഒരു പ്രതിവിധി, ഒരു രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നും തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തിരുവോണമാണ് നക്ഷത്രം. സ്വാഭാവികമായിട്ടും ചന്ദ്രദശയിൽ ജനിച്ചു. 98 വരെ ചന്ദ്രൻ, അതിനുശേഷം ചൊവ്വ 2005 വരെ, അതിനുശേഷം രാഹു 2023 വരെ, അതിനുശേഷം ഗുരു 2039 വരെ, ശേഷം ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ ശനിയാണ്. നേരത്തെ പറഞ്ഞു 25/7/2025 തൊട്ട് 5/2/2028 വരെയുള്ള ശനിയുടെ അപഹാരകാലം ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. പ്രത്യേകിച്ച് 3-ലൊക്കെ ശനി നിന്നാൽ വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് നേരാംവണ്ണം കൃത്യമായിട്ടുള്ള ഒരു റൂളിൽ, രീതിയിൽ നിന്നാൽ അത് ഗുണം തന്നെ ചെയ്യും. ഇവിടെ ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4-ാം ദൃഷ്ടിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അതിനെ ശ്രദ്ധിക്കുക തന്നെ വേണം. അത് മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടെ. ഗുളികനോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 8-ാമത്തെ ദൃഷ്ടിയും വിവാഹസ്ഥാനമായിട്ടുള്ള 7-ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ രാഹുവിൻ്റെ കണക്ഷൻ വന്നു.
ഗുളികനോടൊത്തു നിൽക്കുന്ന കുജൻ്റെ കണക്ഷൻ വന്നു. 7-ാം ഭാവാധിപൻ വിവാഹകാരകനുമായി ഏർപ്പെട്ടു നിൽക്കുന്നു. അതേപോലെ തന്നെ നീചനായി നിൽക്കുന്ന വ്യാഴത്തോടൊത്തും നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ശക്തമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കണിശമായും പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതി തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.